അതെ, നമ്മുടെ പേരും നാളൊക്കെ ഒന്നാണേ. അതുകൊണ്ട് പറയാ, തെറ്റിദ്ധരിക്കരുത്. ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചേരണേ. രാമുണ്ണി മേനോന്റെ ഏക മോള, അടിച്ചാൽ ലോട്ടറിയാ. ഹോട്ടൽ പങ്കിലേക്കുള്ള ഓർഡറാണ് 50 ടീ സെറ്റ്സിന്. ആ, ഈ ഫയല് വെച്ചേക്കൂ, നാളെ നോക്കാം. അയ്യോ, മണി 5 നോക്കുക. രേവതി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം, അധികം ദൂരമൊന്നുമില്ലല്ലോ. അയ്യോ, അത് പറ്റില്ല. ഒന്നാമത് രേവതിക്ക് ഇവിടെ ജോലി എന്ന് തന്നെ തെറ്റാണ്. പിന്നെ നടന്നു പോകാൻ അനുവദിക്കുന്ന അതിലും വലിയ തെറ്റാണ്. Okay, see you. See you. Bye. Bye. Bye bye. Bye bye. Bye bye. Bye. പറ്റുള്ളൂ. രേവതി പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതെന്താ? അത്രയും നേരം കൂടെ കണ്ടോണ്ടിരിക്കാലോ. Bye. Bye bye. Bye bye. എന്താ ഇടിയും മിന്നലും പേടിയാ? എനിക്കാരെയും പേടിയില്ല. എന്റെ മുറി ചോരുന്നു. കൂടുതൽ കിന്നാരൊന്നും ചോദിക്കണ്ട, ഞാൻ കിടക്കാൻ പോന്നു. ഹലോ രേവതി, ഒറ്റയ്ക്ക് ഇവിടെ? ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു, ടിക്കറ്റ് എടുത്തു വെച്ച് നിൽക്കുക. ആർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു, ആരെയും കാണാനില്ല. ഷോ തുടങ്ങാറായി. അല്ല, ഞാൻ വരൂ, വരൂ പ്ലീസ്. ഹലോ, പടം ദേ അവിടാണ്, ഇവിടെ അല്ല. അറിയാം, പെണ്ണുങ്ങളുടെ മേത്തോടായിരുന്നു ഇവിടെ. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇതെന്റെ സഹോദരിയാണ്. ഓ, അങ്ങനെയാണെങ്കിലേ ഇത് എന്റെ ഭാര്യയാണ്. അയ്യാ, കണ്ടാലും തോന്നും. ഒരു കുരങ്ങനെ കൂടെ കൊണ്ടുവരുന്നത്, ബാക്കിയെല്ലാം കയ്യിലുണ്ടല്ലോ. തറ ടിക്കറ്റ് പാർട്ടിയൊക്കെ ബാൽക്കണി കയറിയെന്ന് എങ്ങനെ തോന്നും? തന്റെ ഉപദേശം എനിക്ക് വേണ്ട. അല്ല, ഉപദേശിച്ചാ താൻ എന്തോ ചെയ്യും? പോയി താഴെ എങ്ങനെ ഇരടാ.
പിന്നെ അയ്യ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ? താൻ പോവാ. ഒന്ന് എനിക്ക് വേഷം പോടാ. കെട്ടി ഇറങ്ങി പോടാന്നാ. വെളി ഇറങ്ങട്ടെ ഏട്ടാ, കാണിച്ചു തരാം. ഓ തനിച്ചിരുന്ന് കണ്ടോ. വേണ്ട അവിടെ ഇരുന്ന് മുഴിക്കാൻ കണ്ടിട്ട് പോയാൽ മതി. നീ പിച്ചാത്തി വാങ്ങിച്ചോണ്ട് വരുന്നില്ലയോ? അബദ്ധം കാണിക്കുന്നു. ഇനി ഞാൻ അവനെ അവളുടെ കൂടെ കണ്ടാൽ ആ നിമിഷം കുത്തി മലത്തും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. ചാശൻ അടങ്ങ. നീ വാങ്ങിച്ചോണ്ടെന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. പോടാ. ഇത് വല്ലോ നടക്കുന്ന ലക്ഷണമാ. നടക്കും എന്ന കാര്യം 3.5 തരവാ. ഇനി അവൻ രേവതിയെ ഉപദ്രവിക്കാൻ വന്നാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും. ഗോപാലകൃഷ്ണൻ പെശകാണ്, അവൻ അറിഞ്ഞൂടാ. എന്റെ കണ്ണി കണ്ണ അവന്റെ കഷ്ടകാലമാണ്. സാരില്ല, അത്ര കാര്യമൊക്കെ ഉണ്ട് ഗോപു. രേവതി അത് പറയരുത്. രേവതിയെ വേറിട്ട് നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. ഞാൻ അവരെ കൊല്ലും. സൊള്ളലായിരിക്കും. ഇത് പിടിച്ചേ. നീ ആരാടാ പുല്ല് അത് അന്വേഷിക്കാൻ? അന്വേഷിച്ച നീ എന്തോ ചെയ്യണം? ദേ, നിന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. ആ പിന്നെ ദേഹത്ത് തൊട്ട് നോക്ക്. തൊട്ടാ എന്റെ എടാ തൊട്ട് നോക്ക്. നീ തൊട. ആദ്യം നീ തൊട്ട്. ചൊറയണ്ട തൊടാ. തൊട്ടു. ആഴ്ചന്റെ ദേഹത്ത് തൊടുമ്പോ അറിയാം. ചോറയാണേ തൊറ. ആ നീ എന്തോ ചെയ്യും? രണ്ടുപേർക്കും വാചകമേ ഉള്ളൂ, തല്ലാൻ പേടിയാ. തൊട്ടോക്കടാ. എന്റെ ഒരു ഹാർമോൺ, എന്റെ ഹാർമോണിയം തൊട്ട് അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ഞാൻ തൊടും. അടിച്ച് അസ്ഥിരയാണ് വരൂ ഗോപു. എന്റെ ഇഷ്ടം പോലെ വരാനല്ലേ പറഞ്ഞത്? വരൂ. വെറുതെ വഴക്കുണ്ടാക്കണ്ട. വരാനല്ലേ പറഞ്ഞത്? രേവതി പറഞ്ഞോണ്ട് അല്ലെങ്കിൽ കൊല്ലും. എന്ത് ഇത് ഗോപു? വെറുതെ. രേവതിക്ക് അറിഞ്ഞൂടാ. എങ്ങോട്ടാ? ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാ. എന്നിട്ടാണോ കൈയും വീശി പോകുന്നത്? വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോണം. ഓ ആ വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളാൻ. ഓ ഓ ദേ, ഇതേ പാടവും പുഴക്കടവും സിറ്റിയാണ്. ഇവിടെ നടക്കുന്നതിനെ ഒരു സ്റ്റൈലൊക്കെ വേണം. ഓ എവിടെയാ കുന്ത്രാണ്ടം? അവിടെ എങ്ങാനും കാണും. ആവശ്യമുള്ളവരെ അന്വേഷിച്ചെടുത്തോണം. See you. See you, Gobu. Bye. ബാക്കി കാര്യം മടി. ഇത്രയും
എന്റെ കൺമുമ്പ് വെച്ച് മറ്റൊരു പെണ്ണുമായി എന്താണോ എന്താ കാര്യം? ഇവിടെ എന്താ ഉണ്ടായേ? പോലെ എന്റെ അമ്മേ, എന്ത് ചങ്കൂറ്റം നിങ്ങൾക്ക്! ഇത്രയും വലിയ വൃത്തികേടും കാണിച്ചിട്ട് എന്റെ മുമ്പ് വന്ന് നിൽക്കാൻ നാളല്ല മനുഷ്യൻ നിങ്ങൾക്ക്. കാര്യം പറ. എന്റെ വായിൽ എന്നെ പച്ചയ്ക്ക് കേൾക്കണല്ലേ നിങ്ങൾക്ക്? കേക്കണം. അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല ശങ്കരമംഗലത്തത്. നിങ്ങളും ആ പെണ്ണും കൂടി എന്തോന്നായിരുന്നു ചെടിയുടെ ഇടയില്. പെണ്ണോ? നല്ല കഥയായി. ഞാനെന്റെ വടി തപ്പുമായിരുന്നു. നിങ്ങളുടെ ഒരു വടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആള് ഏത് പെണ്ണ് പോലും എന്റെ കണ്ണിന് തിമിരൊന്നും ബാധിച്ചിട്ടില്ല. ഞാനിതൊക്കെ കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട്. എന്റെ തലവട്ടം കണ്ടാ മതി ആ പെണ്ണിറങ്ങി ഓടാൻ തുടങ്ങും. അനാവശ്യം പറയരുത്. കാണിക്കാം, പറയരുതല്ലേ. കണക്കായി പോയി. ഇനി അഥവാ കാണിച്ചു തന്നെ വെക്ക. കണക്കായി പോയി. ഇങ്ങനെ തോന്നിവാസം കാണിക്കാനേ എന്നെ ഇവിടെ വിലക്ക് വാങ്ങിച്ചിട്ടിരിക്കൊന്നുമല്ല. 3 കുട്ടിയാനെ പുറത്ത് നിറച്ച് സ്വർണ്ണമായിട്ടാ ഞാനിവിടെ വന്നത്. അതും പലിശയും കണക്ക് തീർത്ത് തന്നിട്ട് തോന്നിവാസം കാണിച്ചോ? അതുവരെ പറ്റില്ല. ആ, ഓ